അപ്പം നമ്മുടെ ഇന്നത്തെ കഥ. പക്ഷെ കഥയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാണ്ട്. സംഭവം വേറൊന്നുമല്ല, തൊണ്ടയുടെ പ്രോബ്ലം ഈസ് ബാക്ക്. അതുമാത്രമല്ല, നൈസായിട്ട് ശ്വാസം എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വോയിസ് ഓവറിൽ കാണാൻ സാധിക്കും. അപ്പോൾ വോയിസ് ഓവർ അത്ര നന്നായിരിക്കില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ലീ എന്ന് പറയുന്ന ഒരാൾ കുമ്പസരിക്കുന്നു. അതും താനൊരു കൊലയാളിയാണ്, കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് കുമ്പസരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന പള്ളിയിലച്ചനക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഈ കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പാടില്ല എന്നാണല്ലോ. ആരാണ് മരിച്ചത്, ആരെയാണ് കൊന്നൊടുക്കുന്നത്, ഇതൊന്നും അറിയില്ല. പുറത്തു പറയാനാണെങ്കിൽ പറ്റത്തുമില്ല. ഈ ഫാദർ എന്ത് ചെയ്യും? ഇതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ. ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതും ലെയർ ആയിട്ടാണ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. സോ നിങ്ങളൊരു ത്രില്ലർ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഫാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഒരു ട്രീറ്റാണ് സമ്മാനിക്കുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്. അതിൻ്റെ ഡ്രൈവറിന് വല്ലാത്തൊരു വെപ്രാളുണ്ട്. ക്രിസ്ത്യാനിറ്റി പരമായിട്ടുള്ള ഓഡിയോസാണ് അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡാഷ്ബോർഡിലായിട്ടൊരു ടാലിസ്മാൻ പതിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ചുറ്റിനും ചെകുത്താനുണ്ടെന്ന് അയാൾ വിശ്വസിച്ചിരുന്നത്. എബ്രഹാം ഐസക്കിനെ ത്യാഗം ചെയ്തു, യൂദാസ് ഒറ്റിയ കാരണം ജീസസ് കുരിശി കയറി. എന്നാൽ എല്ലാവർക്കും അറിയുന്നൊരു സത്യമുണ്ട്, ജീസസ് ഉയർത്തെഴുന്നേൽക്കും, ഐസക്ക് മരിച്ചിട്ടില്ല, അവരുറങ്ങുകയാണ്, ആമൻ എന്നൊക്കെയാണ് അയാൾ കേൾക്കുന്ന ഓഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാർ നിർത്തുന്നു. നിർത്താന്ന് മാത്രമല്ല, ആ കാറിനകത്തുനിന്ന് ഒരു സ്ത്രീയുടെ ശവശരീരമാണ് പുറത്തേക്കെടുക്കുന്നത്, പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിവെച്ച നിലയിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാസ്റ്റാണ്. കൊറിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മിസ്സിംഗ് കേസുകൾ. 3 വർഷം കൂടുമ്പോഴാണ് ഓരോ മിസ്സിംഗ് കേസ് ഉണ്ടാവുന്നത്. 2012, 2015, 2018 ആൻഡ് 2022 വരെ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ലീഡ് ചെയ്യുന്നത് ഓൾമൈറ്റി ചർച്ച് എന്നറിയപ്പെടുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിലോട്ടാണ്. അതിൻ്റെ ഹെഡ് ആരാന്നോ അവരുടെ ചർച്ച എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ഇതാണ് അവരുടെ സിമ്പൽ. അങ്ങനെ ഈ ഗ്രൂപ്പ് 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നു, ജിങ് സൂക്ക്. അവർക്കൊരു മകനുണ്ട്, ഏകദേശം 12 വയസ്സുള്ളൊരു മകൻ. അങ്ങനെ ആ മകൻ വളർന്ന് വലുതായി ഒരു പ്രീസ്റ്റ് ആവാൻ പോകുന്നു. അയാളുടെ പേരാണ് ഡവൂൺ. ഈ ഡവൂണിന് ഒരു അച്ഛനായിട്ട് മാറാൻ പല സൈഡിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ മിസ്സിംഗ് കേസായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. അമ്മേനെ കാണാണ്ടായിട്ട് ഇന്നേക്ക് 13 വർഷമായി. സോ അതൊരു കിഡ്നാപ്പിംഗ് ആയിരുന്നോ, അല്ലെങ്കിൽ കൾട്ട് ഗ്രൂപ്പിൽ അമ്മ ചേർന്നതാണോ, ഒന്നും അറിയില്ല. ഈ സംശയങ്ങളെല്ലാം നിലകൊള്ളുന്നുകൊണ്ട് എതിർപ്പുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ ജോണച്ചനായിരുന്നു. അങ്ങേരുടെ റെക്കമെൻഡേഷൻ കാരണം ബിഷപ്പ് അംഗീകരിക്കുന്നു, ഡവൂൺ ഒരു അച്ഛനായിട്ട് മാറുന്നു. അങ്ങനെ ജോൺ ഒരു ബ്രേസ്ലെറ്റും പേനയും അങ്ങേർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഡവൂൺ അച്ഛനായിട്ട് ചുമതലയേൽക്കുന്നു. അവൻക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മേനെയാണ്. അവരെപ്പോഴും തൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനാ അങ്ങേർക്കിഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റിയുടെ മറ്റൊരു ഭാഗം കാണിക്കുന്നത്. ഇതാണ് ലീന. അവളൊരു പോലീസുകാരിയാണ് ആൻഡ് അവൾ പ്രഗ്നൻ്റ് ആണ്. ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ഈ സിറ്റിയിൽ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് അന്വേഷിക്കാനാ ലീന വന്നിട്ടുള്ളത്. ഇവിടെ മിസ്സായിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അവൻ്റെ അമ്മ മകനെ കാണാനില്ല എന്നും പറഞ്ഞ് മിസ്സിംഗ് പോസ്റ്ററുകൾ നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നാട്ടുകാർക്ക് സമയമില്ല. അങ്ങനെ ഈ സമയത്താണ് പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓൾമൈറ്റി ചർച്ചിൻ്റെ ക്യാമ്പുകൾ ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡവൂൺ ഈ സിറ്റിയിലെ പള്ളിയിൽ അച്ഛനായിട്ട് ചാർജ് എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കുമ്പസാരം. അച്ഛാ, എൻ്റെ പേര് ലീ ഹുജൂൺ. ബ്രദർ, പേര് പറയേണ്ട ആവശ്യമില്ല. താൻ എന്ത് തെറ്റാ ചെയ്ത്? അച്ഛാ, ദൈവം ഏതൊരു തെറ്റും ക്ഷമിക്കോ? തീർച്ചയായും ഞാനൊരാളെ കൊന്നു. സോറി, ഞാനല്ല, ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു. അവരെ കൊല്ലാന്നല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അച്ഛാ, ഇവിടെ നടക്കുന്ന ഓരോ മിസ്സിംഗ് കേസിൻ്റെ പിന്നിലും, ഞങ്ങൾ നടത്തിയിട്ടുള്ള മേഡറിൻ്റെ പിന്നിലും അവരാ. ആദ്യം പന്നികളെ കൊന്നു, പിന്നെ കോഴി, പ്രാവ്, ആട്, മാട്, അവസാനം മനുഷ്യനെയും കൊന്നു. തറ മുഴുവൻ അവരുടെ രക്തങ്ങനെ ഒഴുകുക. ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ അവര് ഞങ്ങളെ കൊല്ലും. ആരാണേ അവര്? ഇയാളാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഫാദറാണേലോ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. കൊലപാതകത്തെക്കുറിച്ചാ ലീ പറയുന്നത്. അങ്ങനെ ലീ ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ ജിങ് സൂക്ക് നിങ്ങളുടെ അമ്മയാണോ? ഇത് കേട്ടേക്ക് ഡവൂൺ ആകെ കയ്യീന്ന് പോകുന്നു. ഇവൻ്റെ അമ്മേനെക്കുറിച്ച് ലീക്ക് എന്തൊക്കെയോ അറിയാം. ലീ ആണെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിച്ച് അവിടെ ഓടിപ്പോകുന്നു. ഡവൂൺ വേഗം തന്നെ പിന്നാലെ പോകുന്നു. കുറേ ദൂരം ഓടുന്നുണ്ട്.
പെട്ടെന്നാണ് ഒരു കാറങ്ങ് ഫ്രണ്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് മാത്രം അവനെ മിസ്സാവുന്നു. ആൻഡ് ഈ കാറിൽ വന്നിരിക്കുന്ന 2 പേര് ബ്ലാക്ക് സ്യൂട്ട് ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നച്ചോ, ചാവണ്ടെങ്കിൽ റൂട്ടീന്ന് മാറ് എന്നും പറഞ്ഞ് അവര് പോകുന്നു. അങ്ങനെ ഡെവോൺ വേഗം തന്നെ സിസ്റ്ററിൻ്റെ അടുത്തോട്ടാ പോകുന്നത്. അവർക്ക് ഈ നാടിൻ്റെ മുക്കും മൂലയും അറിയാം. ഫാദറാണേലോ ലീ ഹുജൂൺ എന്ന പേരങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടേക്ക് അവർക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത്. അങ്ങനെ ആ സിസ്റ്റർ ലീയുടെ വീടങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛൻ അങ്ങോട്ട് പോകുന്നു. പക്ഷെ ഈ വീടാണെങ്കിൽ പൂട്ടിയിരിക്കെ എത്ര ബെല്ലടിച്ചിട്ടും ആരും പുറത്തേക്ക് വരുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് പോവാൻ നിൽക്കുമ്പോഴാണ് അകത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അതോടുകൂടെ അകത്താളുണ്ട് എന്ന് മനസ്സിലായി. ലീ വാതിൽ തുറക്കുമെന്നും പറഞ്ഞ് വാതിലിന്റെ മുകളിൽ കൊട്ടാൻ ആരംഭിക്കുന്നു. പക്ഷെ ആരും തുറന്നു കൊടുക്കുന്നില്ല. അങ്ങനെ ഡെവോൺ വേഗം തന്നെ പുറകുവശത്തേക്ക് പോകുന്നു. അവിടെ ഒരു ചില്ലുകൊണ്ടുണ്ടാക്കിയ ഡോറുണ്ട്. അതുവഴി നോക്കുമ്പോൾ ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച 2 പേര് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഇന്നലെ കണ്ടതും ഇതേ സ്യൂട്ട് ധരിച്ച ആൾക്കാരെയാണ്. അങ്ങനെ ഡെവോൺ പുറകുവശത്തൂടെ അകത്ത് കയറുന്നു. അവൻ നോക്കുമ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. ഓൾമൈറ്റി ചർച്ചിന്റെ സിമ്പിൾ ഒട്ടിച്ചു വെച്ച ഒരു ഡോറ്. അങ്ങനെ പതുക്കെ പതുക്കെ അതിന്റെ അകത്തോട്ട് പോകുന്നു. അപ്പോഴാണ് ലീയെ കാണുന്നത്. എന്നാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വായിന്ന് നൊരയും പതയും വന്ന് ബോധമില്ലാണ്ട് കിടക്കുന്ന ലീ ഹുജൂൺ. മരിച്ചോ ജീവനുണ്ടോ അറിയില്ല. അങ്ങനെ ഡെവോൺ അപ്പൊ തന്നെ CPR കൊടുക്കുന്നു. പെട്ടെന്നാണ് അവന്റെ വായിന്നങ്ങ് ചോര തൂറ്റുന്നത്, അതും ഫാദറിന്റെ മുഖത്തോട്ട്. അവൻ ആകെ ഷോക്കാവുന്നു. അങ്ങനെ ലീ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. സോ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷെ വാ തുറന്ന് സംസാരിക്കാനായിട്ടില്ല. പുള്ളിക്കാരൻ കോമയിലാണ്. അങ്ങനെ അങ്ങോട്ടതാ പോലീസുകാർ വരുന്നു. അതും ലീന. വരികയെന്ന് മാത്രമല്ല, ഡെവൂണിനെ ചോദ്യം ചെയ്യുന്നു. അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അല്ല ഡെവൂൺ, നിങ്ങളെന്തിനാണ് ഇത്രയും നേരത്തെ ലീനെ കാണാൻ പോയത്? അതൊരു കുമ്പസാര രഹസ്യ, അങ്ങനെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീയുടെ പെങ്ങൾ അങ്ങോട്ട് വരുന്നത്. അവൾക്കാണെങ്കിൽ കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. സൈൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുക. അവളുടെ പേരാണ് യങ്ജു. അങ്ങനെ അവളോടും കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ രാത്രിയായി. ഡെവൂൺ തിരിച്ച് പള്ളിയിലെത്തി. തൻ്റെ അമ്മേനെക്കുറിച്ച് അറിയാവുന്ന ഏക വ്യക്തിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലീ. പക്ഷെ അയാൾ ഇനി സംസാരിക്കോ ഇല്ലേ ഒന്നും അറിയില്ല. അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് തൻ്റെ മേശപ്പുറത്ത് ഒരു പാക്കേജ് കാണുന്നത്. അത് വെച്ചിരിക്കുന്ന വേറെ ആരുമില്ല, സാക്ഷാൽ യങ്ജു ആണ്. അങ്ങനെ ആ പാക്കേജ് അവൻ തുറന്നു നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള ന്യൂസാണ് അതിനകത്ത്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സോ ലീക്ക് മാത്രമല്ല, യങ്ജുവിനും എന്തൊക്കെയോ അറിയാം. അങ്ങനെ യങ്ജു ഫാദറിന് മെസ്സേജ് അയക്കുന്നു. പയക് ഗോങ് എന്നീ ദമ്പതികൾ ഒരു കൾട്ട് ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. വിശ്വാസം വെച്ച് ആളുകളെ പലതും പറഞ്ഞ് കൺട്രോളിലാക്കി അവരുടെ പണം, ജീവിതം എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും അവർ തട്ടിയെടുക്കും. ഈവൻ ആ വ്യക്തിയെ പോലും അവർ കൺട്രോളിലാക്കും. ചുരുക്കി പറഞ്ഞ അവരുടെ പാവകളാക്കി മാറ്റുക. ആൻഡ് ലീ അവരുടെ കൺട്രോളിലായിരുന്നു. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ലീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ നോക്കി. ഡെവൂണിന്റെ അമ്മേനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവനക്കറിയാമായിരുന്നു. അവൻ അവസാനമായിട്ട് എഴുതി വെച്ചത് ദേ ഇതാ എന്നും പറഞ്ഞ് ഒരു കുറിപ്പിന്റെ ഫോട്ടോ അങ്ങ് അയച്ചു കൊടുക്കുന്നു. ഗോങ്ങിനെയും പയക്കിനെയും ഞാൻ കൊല്ലും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ പയക്, ഗോങ് ഇവരാരാന്ന് കണ്ടെത്തണം. അങ്ങനെ പിറ്റേ ദിവസമായി. ലീന മറ്റേ സ്റ്റുഡൻറ്റിൻ്റെ കേസാണ് അന്വേഷിക്കുന്നത്. അവൻ്റെ അമ്മയോട് സംസാരിക്കുന്നു. അവർക്കാണെങ്കിൽ ക്യാൻസറാണ്. മകനെ കാണാനുമില്ല. ആരും തന്നെയും തേടി വരാൻ പാടില്ല. ഇതാണ് മകൻ അവസാനമായിട്ട് എഴുതി വെച്ചിട്ടുള്ള വാക്കുകൾ. അത് മാത്രമല്ല, തട്ടിക്കൊണ്ടുപോയ ലക്ഷണങ്ങളൊന്നും ഈ കേസിനകത്ത് കാണാനുമില്ല. മാം, അവൻക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അവൻക്കങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. ഇപ്പം അടുത്തായിട്ട് ഒരു ലേഡിയുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവൻ എല്ലാ കാര്യത്തിലും സഹായിക്കും, ആശ്വസിപ്പിക്കും. മോർ ലൈക്ക് എ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് ആ സ്ത്രീയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കാന്ന് മാത്രമല്ല, ആ ഫ്രണ്ടിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ പേരെന്താ അറിയില്ല. ഒരു ബർഗർ കടയിൽ വെച്ചിട്ടാണ് അവർ മിക്കപ്പോഴും കാണാറ്. അല്ല മാം, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ജോലിയുടെ പേരിലോ റിലീജിയന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും? എൻ്റെ അറിവിലില്ല. ഇതൊക്കെ കേട്ടേക്ക് ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, സ്വന്തം മകൻ മിസ്സാവാൻ കാരണം തൻ്റെ പിടിപ്പുകേടാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ അമ്മ. അതായത് സ്വയം ബ്ലെയിം ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിലാണ് ലീനയും. തൻ്റെ മിസ്കാരേജിന് കാരണം താനാന്ന് ഒരു വിചാരമുണ്ട്. ഇതിന്ന് അവളുടെ മനസ്സ് നോക്കിയാവാൻ ആ അമ്മ അവൾക്കൊരു ഓഡിയോ ഫയൽ കൊടുക്കുന്നു. അതിൻ്റെ മേളിൽ ഓൾമൈറ്റി ചർച്ചിൻ്റെ ഒരു സിമ്പലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യങ്ജൂന് ഷിം എന്ന് പറയുന്ന ഒരാളുടെ ബിസിനസ് കാർഡ് ലീയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇതേ സമയം ലീന ആ ഓഡിയോ ഫയൽ അങ്ങ് കേട്ടുവെക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ ഓഡിയോ ഫയല്. എബ്രഹാം, ഐസക്, യേശു, യൂദാസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഡിയോ ഫയൽ കേട്ടില്ലേ? അതേ സെയിം സാധനം.
ഇതൊക്കെ കേൾപ്പിച്ചു കൊടുത്തോണ്ടാണ് ആളുകളെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഇടയിൽ യങ്ജു ഫാദറിനെ കൊണ്ട് പുറത്തു പോകുന്നു, അതും ഗോങ്ങിനെ കാണിച്ചു കൊടുക്കാൻ. ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും നോട്ടീസ് കൊടുക്കലാണ് അങ്ങേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നാട്ടുകാർക്ക് മുമ്പിൽ ഒരു തികഞ്ഞ വിശ്വാസി. അങ്ങനെ ഈ സമയത്താണ് യങ്ജു പയക്കിന്റെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. അവൾക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ദേ ഇതാണ് പയക്ക്. നേരത്തെ ലീനക്ക് അമ്മ കാണിച്ചു കൊടുത്തൊരു ഫോട്ടോ ഇല്ലേ, സ്റ്റുഡൻറ്റിൻ്റെ ഫ്രണ്ടാണ്, ആകെയുള്ള ഒരു ഫ്രണ്ടാണ്, അവളാണ് സഹായിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫ്രണ്ടാണ് ഈ പയക്ക്. സോ സ്റ്റുഡൻറ്റ് മിസ്സിംഗ് കേസിൽ ഇവർക്ക് പങ്കുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഡെവൂണിന് അറിയില്ല. അങ്ങനെ ഡെവൂൺ ഒന്നും അറിയാത്തതുപോലെ ഫുഡ് ഓർഡർ ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഗോങ് തിരിച്ചു വരുന്നത്. അവൻ ആ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ തന്നെ വളരെ ഭയത്തോടെയാണ് പയക്കിനെ നോക്കുന്നത്. ഗോങ് ഒന്നവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാണ്ട് എന്നും പറഞ്ഞ് ഇരുട്ട് മുറിയിലേക്കാണ് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കണ്ടേക്ക് അച്ഛനാണെങ്കിൽ ആരും അറിയാണ്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങേര് കാണുന്നത് ഒരു മാരക കാഴ്ചയാണ്. പയക്ക് ഭർത്താവിനെ ഗോങ്ങിനെ തല്ലാൻ തുടങ്ങുന്നു. അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മകന്റെ മെഡിസിൻ വേറെന്തിലോ മിക്സായി എന്നും പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോങ്ങാണേലോ എതിർക്കുന്നില്ല. തന്റെ ഭാര്യനെ അവൻക്ക് അത്രയും പേടിയാണ്. ഈ സമയത്താണ് പയക്ക് തിരിഞ്ഞു നോക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഡെവൂൺ വേഗം തന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്നു. അവൾക്കൊരിക്കലും സംശയം തോന്നാൻ പാടില്ല. അങ്ങനെ ഡെവൂൺ ഒരു ഹെഡ്സെറ്റും വെച്ച് പയക്കിന്റെ റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങ് കോൾ ചെയ്യുന്നു. ഹലോ, ആരാണ്? 13 വർഷം മുമ്പ് കാണാതായ ഒരു ജിങ്സുക്കിനെ അറിയോ? അതായത് പുള്ളിക്കാരൻ്റെ അമ്മേനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജിങ്സുക്ക് എന്നുള്ള പേര് കേട്ടേക്ക് അവൾ അങ്ങ് ഞെട്ടാൻ ആരംഭിക്കുന്നു. കോള് കട്ട് ചെയ്യുന്നു. ഇത് കണ്ടേക്ക് ഫാദർ ഉറപ്പിച്ചു തൻ്റെ അമ്മേനെക്കുറിച്ച് ഇവൾക്ക് എന്തൊക്കെയോ അറിയാം. അങ്ങനെ രാത്രിയായി. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ഇതേസമയം ലീന സ്റ്റുഡൻറ്റ് സ്ഥിരമായിട്ട് പോകാറുള്ള ബർഗർ ഷോപ്പിൻ്റെ CCTV ചെക്ക് ചെയ്യുന്നു. അതിനകത്തുണ്ട് പയക്ക് സ്റ്റുഡൻറ്റ്. എന്നാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ലീന കണ്ടുകൊണ്ടിരിക്കുന്നത്. പയക്ക് അവനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. തുടരെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പയ്യനാണേലോ മുട്ടും കുത്തി അടി കൊള്ളാനായിട്ട് നിന്നു കൊടുക്കുന്നു. എന്താ പറയാ, ഒരു തരം ഭ്രാന്തനെ പോലെ, അടിമയെ പോലെ. ചുരുക്കി പറഞ്ഞ അവൾ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് ലീ വരുന്നത്. വരികയെന്ന് മാത്രമല്ല, എന്തോ ഫയൽ കൊടുക്കുന്നു. അവനും ആകെ പേടിച്ചിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ പയക്, സ്റ്റുഡൻറ്റ്, ലീ എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ഈ ലീയെ കണ്ടപാട് ലീന അച്ഛനെ കാണാൻ പോകുന്നു. എന്നിട്ട് ഈ ഫൂട്ടേജൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫാദർ, ആ ലീ എന്താണ് കുമ്പസരിച്ച്? ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു. ഒരച്ഛൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുമ്പസാര രഹസ്യം പുറത്ത് പറയാന്നുള്ളത്. സോ അങ്ങേര് വാ തുറക്കാൻ പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയത്താണ് അവളുടെ കുറച്ച് ഡൗട്ടുകൾ ചോദിക്കുന്നത്. ഫാദർ, നിങ്ങൾക്ക് ഈ ഇടവക മൊത്തം അറിയോ? ഇല്ല, ഞാനിപ്പോൾ അടുത്ത ചാർജ് എടുത്ത്. ഇവിടെ ഒരു കൾട്ടുള്ളതായിട്ട് അറിയില്ലേ? അതിവിടെ മാത്രമല്ല, പലയിടത്തും ഉണ്ട്. അല്ലച്ചോ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ കൾട്ടിൽ പോയിട്ട് ചേരുന്നത്? ആളുകൾക്ക് അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? തനിക്കൊരു കാര്യം അറിയോ? ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് വെച്ച് എന്ത് കളിയും കളിക്കാൻ പറ്റും. അപ്പോഴാ കൾട്ട്. എടോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ? അങ്ങനെ ഈ സമയത്താണ് ലീന അവളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഓൾറെഡി ഒരു മിസ്കാരേജ് ഉണ്ടായി. ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്കാണേലോ പലവിധ അസുഖങ്ങളും ഉണ്ടാവും, ഈവൻ ഫിസിക്കൽ ഡിസേബിലിറ്റി. അച്ഛാ, നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണോ ജനിക്കാൻ പോകുന്ന കുട്ടികൾ അനുഭവിക്കുന്നത്? ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീനക്കൊരു കോള് വരുന്നത്. സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, അതും ഇൻഫർമേഷൻ കൊടുക്കാൻ. ഇപ്പം കാണാതായ സ്റ്റുഡൻറ്റിൻ്റെ കേസും 13 വർഷം മുമ്പ് കാണാതായ ഒരു സ്ത്രീയുടെ കേസും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. രണ്ടും സെയിം പാറ്റേൺ. ക്രൈം നടന്നതായിട്ട് യാതൊരു ലക്ഷണങ്ങളുമില്ല. ഈ കാണാതായ സ്ത്രീക്ക് ഒരു മകനുണ്ട്. അവൻക്ക് ചെറുപ്പം മുതലേ എന്തൊക്കെയോ മാറാരോഗം പിടിപെട്ടു. അത് സുഖപ്പെടാൻ വേണ്ടി മതപരമായിട്ടാണ് ആ സ്ത്രീ നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നത്. സോ ഒരു കൾട്ടിൽ പോയിട്ട് ചേരാനുള്ള എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ആരോടും പറയാണ്ട് ആ സ്ത്രീ മിസ്സിംഗ് ആയി. 12 വയസ്സുണ്ടായിരുന്ന കുട്ടി ഒറ്റക്കായി. ആൻഡ് ആ സ്ത്രീയുടെ പേര് ജിങ്സൂക്ക് എന്നാണ്. ഈ സിറ്റിയിലെ പള്ളിയിലച്ചനാണ് അവരുടെ മകൻ, അതായത് ഡെവൂൺ. ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. ഫാദറിനോടൊന്നും പറയാണ്ട് നേരെ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവൻ്റെ അമ്മയുടെ കേസ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയാലും ശരി, ഡെവൂണിൻ്റെ അമ്മയായ ജിങ്സൂക്ക് ആണേലും ശരി, സ്വമനസാലയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ആൻഡ് ജിങ്സൂക്കിൻ്റെ മകന്, അതായത് ഡെവൂണിന് ചെറുപ്പത്തിൽ എന്തൊക്കെയോ രോഗങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മക്ക് ക്യാൻസർ ഉണ്ട്. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഓൾ ആർ കണക്റ്റഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിങ്സൂക്കിൻ്റെ കേസ് ഫയലിൽ ലീന ഒരു കാര്യം കണ്ടെത്തുന്നത്. ഷിം എന്ന ഷമാൻ. ഈ ഷമാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷമാനിസം എന്ന് പറയുന്നത് മന്ത്രവാദികളെയാണ്. ഈ ഭാവി പറയുന്നവർ, അത്ഭുതങ്ങൾ കൊണ്ട് രോഗം മാറ്റുന്നവർ, മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവർ, അങ്ങനെ ധാരാളം കഥകളുണ്ട് ഷമാൻ എന്ന് പറയുന്നതിന്.
കൊറിയയിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഷമാനിസം. ജിങ്സൂക്കിന്റെ സാധനങ്ങൾക്കിടയിൽ നിന്ന് ഒരു കാർഡ് കിട്ടി, അതും ഷിമ്മിന്റെ. അന്നത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ലീന അതും കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഇതേ ഷിമ്മിന്റെ ബിസിനസ് കാർഡാണ് ലീയുടെ ഷർട്ടിൽ നിന്ന് യങ്ജൂന് കിട്ടിയത്. അങ്ങനെ ലീന ഷിമ്മിനെ കാണാൻ പോകുന്നു. ഒരു മലയുടെ മുകളിലാണ് ഇയാളുടെ പ്രധാന കേന്ദ്രം. അയാളുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ മിക്കതും പ്രായം കുറഞ്ഞ ആൾക്കാരാ. പക്ഷെ അത് ഷമാനിസത്തിന് വേണ്ടി മാത്രമല്ല, ഡ്രഗ്സ്, സെക്ഷൽ ആക്ടിവിറ്റീസ്, അങ്ങനെ പലതും ഉണ്ട് ഈ ഷമാന്റെ കീഴിൽ. അങ്ങനെ ഈ ഷിമ്മിനെ കാണാൻ പോകുന്നു. അയാൾ വരുന്നതിന് മുമ്പ് ആ സ്ഥലം മുഴുവനായിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോഴാണ് ഷിമ്മ് വരുന്നത്. അയാളെ കണ്ടാൽ തന്നെ പേടിയാവും. ഒരു തരം മടഞ്ഞ ശബ്ദത്തിലാണ് അയാൾ സംസാരിക്കുക. അത് മാത്രമല്ല, ഒരു ഭ്രാന്തനെ പോലെയാണ് അയാൾ പെരുമാറുക. ഒരു വൃത്തികെട്ട ചിരിയുണ്ട് അയാൾക്ക്. ലീനയുടെ ഈ ഫോട്ടോ എടുക്കൽ കണ്ടേക്ക് ഇവളൊരു പോലീസുകാരിയാന്ന് അങ്ങേർക്ക് മനസ്സിലായി. നിങ്ങളാരാ? എന്തിനിവിടെ വന്നു? വെയിറ്റ്, നിങ്ങൾക്കൊരു മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇപ്പം രണ്ടാമത്തത് പ്രശ്നമാവാൻ പോവാൻ, ശരിയല്ലേ? ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? മനസ്സിലാവുന്നില്ല. സത്യം പറയടി, നീ ആരാ എന്നും പറഞ്ഞവളുടെ കഴുത്തിന് പിടിക്കുന്നു. പിന്നെ ലീന ഒന്നും നോക്കിയില്ല. അങ്ങേരുടെ കൈയും പിടിച്ച് തിരിച്ച് വിലങ്ങ് ഇട്ടുകൊടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ജിങ്സൂക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടോ? അവളുടെ സാധനങ്ങൾക്കിടയിൽ നിന്ന് നിന്റെ ഒരു കാർഡ് കിട്ടി. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ കേസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. വെറുതെ വളവളാന്ന് സംസാരിച്ച് പോലീസുകാരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ ചോദ്യം ചെയ്യാമെന്നും കരുതി പോവാൻ നിൽക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം പറയുന്നത്. ഒന്നോ ചത്തു, ഇനി ജനിക്കാൻ പോകുന്നതും ചാവത്തേയുള്ളൂ. ഇത് കേട്ടേക്ക് ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അങ്ങനെ ലീന അയാളുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കുന്നു. അത്രയും ശക്തിയിലാണ് പിടിക്കുന്നത്. പോലീസുകാർ പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. പെട്ടെന്നാണ് ഇയാളുടെ വായിൽ നിന്ന് ചോര അങ്ങ് തൂറ്റുന്നത്. അതുകൊണ്ട് മാത്രം അവനെ വെറുതെ വിടുന്നു. വെറുതെ വിടാന്ന് മാത്രമല്ല, ഇതൊക്കെ കണ്ടേക്ക് ചീഫ് തൽക്കാലം ലീന അവനെ ചോദ്യം ചെയ്യണ്ടെന്നാ പറയുന്നത്. അത് മാത്രമല്ല, ഞെട്ടിക്കുന്നൊരു കാര്യം കൂടെ പറയുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ജിങ്സൂക്കിന്റെ ബോഡി അടച്ചുപൂട്ടിയ ഒരു ഓൾമൈറ്റി ചർച്ചിന്റെ അകത്തുനിന്ന് കണ്ടെടുത്തു. ഇതറിഞ്ഞപാട് ഇവളാണെങ്കിൽ ആകെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. 13 വർഷം ഡവൂൺ കാത്തിരുന്നു. എന്നാലിപ്പോ അവര് മരിച്ചു എന്നാ കേൾക്കുന്നത്. അങ്ങനെ ചീഫ് ഷിമ്മിനെ ചോദ്യം ചെയ്യുന്നു. സ്റ്റിൽ പോലീസുകാരെ കളിയാക്കി ചിരിക്കാന്നല്ലാണ്ട് അയാൾക്കൊന്നും പറയാനില്ല. നിനക്കൊരു ലീനെ അറിയോ? അറിയാലോ, അവനെൻ്റെ ക്ലൈൻ്റാണ്. അപ്പോൾ പയക്കിനെ അറിയോ? പയക്ക്, ഈ പേര് ഞാൻ എവിടെയോ. അവൾ കാരണം കുറേ ക്ലൈൻറ്റുകളെ എനിക്ക് കിട്ടാറുണ്ട് സാറേ. അവളെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ പറയാം. അവൾക്ക് ഭ്രാന്താണ് സാറേ. എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, നിനക്കൊരു ജിങ്സൂക്കിനെ അറിയോ? അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവളുടെ സാധനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്റെ ഒരു ബിസിനസ് കാർഡ് കിട്ടി. സാറേ, മരിച്ചുപോയ ആത്മാക്കളുമായിട്ട് ഞാൻ സംസാരിക്കാറില്ല എന്നും പറഞ്ഞൊരു വൃത്തികെട്ട ചിരിയാണ് ചിരിക്കുന്നത്. ഈ സമയത്താണ് അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് ഡവൂൺ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. അപ്പോഴാണ് ഷിമ്മിനെ ചോദ്യം ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ ലീന ഡവൂണിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഫാദർ, നിങ്ങളുടെ അമ്മയുടെ ബോഡി കിട്ടിയിരിക്കുന്നത് ഒരു മലയുടെ മേളിൽ നിന്നാണ്. ആ സ്ഥലം ആ ഷിമ്മിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. ഉടലും തലയും വേറെയാക്കിയ നിലയിലാണ് ഡെഡ് ബോഡി കിടക്കുന്നത്. അതും നല്ല പഴക്കമുണ്ട്. ഓട്ടോപ്സി ഒന്നും സാധ്യമല്ല. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ തകർന്നിരിക്കുകയാണ്. 13 വർഷം അവൻ കാത്തിരുന്നു തൻ്റെ അമ്മയ്ക്കായിട്ട്. അവർ തിരിച്ചു വരുമെന്ന് ഓരോ നിമിഷവും അവൻ ആഗ്രഹിച്ചിരുന്നു. ഫാദർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വല്ല രോഗവും മറ്റും ഉണ്ടായിരുന്നോ? ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. ഇവർ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. മകൻ്റെ രോഗം മാറാനായിട്ട് കൾട്ടി ചേരുന്നൊരമ്മ. ഇതൊക്കെയാണ് പോലീസുകാരുടെ നിഗമനം. അവരങ്ങനെ വിചാരിക്കാൻ ഒരു കാരണമുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഇത്തരം കൾട്ട് ഗ്രൂപ്പുകൾ മുതലെടുക്കാറ്. ആൻഡ് മിസ്സിംഗ് ആയ സ്റ്റുഡൻറ്റ് അവൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസറും ഉണ്ടായിരുന്നു. ഇവിടെ ജിങ്സൂക്കിൻ്റെ കേസിലും ഇത് തന്നെയാണ് അവസ്ഥ. മകൻക്ക് രോഗം, ബാങ്ക് അക്കൗണ്ട് കാലി. ഇവനാണെങ്കിൽ ഇതൊക്കെ കേട്ട് കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം പറയുന്നത്. ഡവൂണിൻ്റെ അമ്മ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് സാക്ഷാൽ ജോണച്ചനെയായിരുന്നു. അവനെ വളർത്തി വലുതാക്കിയ അതേ അച്ഛൻ. അങ്ങനെ അച്ഛനെ കാണാൻ പോവുകയാണ് ഡവൂൺ. പോവാന്ന് മാത്രമല്ല, ഇക്കാര്യത്തെക്കുറിച്ച് അവനോട് ചോദിക്കുന്നു. എന്നാൽ ജോണച്ചൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അന്ന് എന്തിനു കണ്ടു, കാണാതാവുന്നതിന് മുമ്പ് ജോണിനോട് എന്താണ് പറഞ്ഞ്, ഇതിനൊന്നും അയാൾക്ക് മറുപടിയില്ല. എല്ലാം ദൈവത്തിൻ്റെ വിധിയാണ് ഡവൂൺ. അവൻ പരീക്ഷിക്കുകയാണ് നിന്നെ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. എന്നാ കേട്ടോ, എൻ്റെ അമ്മ മരിക്കാൻ കാരണക്കാരായ ഓരോരുത്തരെയും ഞാൻ കണ്ടെത്തും, തീർക്കും. അതിനുവേണ്ടി ആ ദൈവത്തിന്റെ ശത്രുവാവാനും എനിക്ക് മടിയില്ല എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. പോവാന്ന് മാത്രമല്ല, ലോഹയും അഴിച്ചു വെച്ച് പള്ളിക്കാരും പട്ടക്കാരും വേണ്ടാന്നും പറഞ്ഞ് അങ്ങേരൊറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നു.
തന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്താൻ. ജോണച്ചൻ കൊടുത്ത ബ്രേസ്ലെറ്റ് അടക്കം അവൻ വേണ്ടാന്ന് വെക്കുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഷെമാൻ ഷിമ്മിനെ പോലീസുകാർ വെറുതെ വിട്ടു. അവനെ പിടിച്ചിരുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോഴാണ് ഷിമ്മിന്റെ കാറ് കാണിക്കുന്നത്. ഒരു ഉഗ്രൻ പ്രീമിയം കാർ. ഒരു സാധാരണ ഷെമാൻ പ്രീമിയം കാർ എടുക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊട്ടും നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഡെവൂൺ ഷിമ്മിനെ ഫോളോ ചെയ്യുന്നു. അവന്റെ സ്ഥലം കണ്ടെത്തുന്നു. ആൻലി സംസാരിക്കാൻ തുടങ്ങുന്നു. യങ്ജു വഴി ഡെവൂൺ ഇൻഫർമേഷൻ കൊടുക്കുന്നു. പൈക്കിനൊരു മകനുണ്ട്. ജനിച്ചപ്പോൾ മുതലേ അവൻക്ക് എന്തോ രോഗമുണ്ട്. എന്നാൽ അതെല്ലാം മാറി ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതേ രോഗം തിരിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സമയത്ത് കൾട്ട് ഫോളോ ചെയ്യുന്ന പൈക്ക് അവളുടെ മകനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോവും. സോ യങ് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ദൈവത്തിന് സമർപ്പിക്കാനാണ് അവളുടെ ഉദ്ദേശം. അതായത് സ്വന്തം മകന് വേണ്ടി വേറൊരാളുടെ ജീവൻ എടുക്കുക. ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഒരു ഷെമാൻ വഴിയാണ്. അത് വേറെ ആരുമല്ല, ഷിമ്മാണ്. അതായത് ഒരു ഡാർക്ക് റിച്വൽ. അങ്ങനെ ഡെവൂൺ ഷിമ്മിനെ നേരിട്ട് കാണുന്നു. പുള്ളിക്കാരനൊരു ക്ലൈന്റ് എന്ന രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ യാതൊരു കാര്യമില്ല. ഇവനെ കണ്ടപാടി ഷിമ്മിന് മനസ്സിലായി ഇവനൊരു ഫാദറാണ്. പള്ളിയിലച്ഛനൊക്കെ ഇപ്പം മന്ത്രവാദത്തിലെ താല്പര്യമല്ലേ. തനിക്കൊരു ജിൻസൂക്കിനെ അറിയോ? ഇത് കേട്ടേക്ക് ഷിമ്മാണെങ്കിൽ വൈലൻ്റ് ആവുന്നു. നീ ആ കൾട്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളാലേ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നിർത്തിയെന്ന്. ആ പന്ന പയക്കിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടായി എന്നും പറഞ്ഞ് ഡെവൂണിന്റെ കൈയിറക്കാൻ പോവുകയാണ് ഷിം. എന്നാൽ ഡെവൂൺ വേഗം തന്നെ പിടിച്ചു വെക്കുന്നു. എന്നാൽ ഷിം അവന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. പിന്നെ ഡെവൂൺ ഒന്നും നോക്കിയില്ല. ജോണച്ചൻ കൊടുത്ത പേന കൊണ്ട് അവന്റെ കാലിനിട്ടൊരു പണി അങ്ങ് കൊടുക്കുന്നു. പണി കൊടുക്കാന്ന് മാത്രമല്ല, അങ്ങരുടെ കഴുത്തിന് കയറി പിടിക്കുന്നു. അയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നു. ഞാനല്ല ജിൻസൂക്കിനെ കൊന്ന്, അവർക്ക് വേണ്ട റിച്വൽസ് മാത്രമാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അതൊരു എക്സോസിസം പോലത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ അവരെ കൊന്നതും കഴുത്തറുത്തതും ഞാനല്ല. ഇത് കേട്ടേക്ക് ഡെവൂൺ അവനെ വെറുതെ വിടുന്നു. എന്നാ പറ, ആരാ എൻ്റെ അമ്മേനെ കൊന്നത്? പയക്ക്. അവൾക്ക് വേണ്ടിയിട്ടാ ഞാനിതെല്ലാം ചെയ്ത്. അവൾക്കിന്നും ഒരു റിച്വൽ നടത്താനുണ്ട്. സോ ഉറപ്പായിട്ടും ഇവിടെ വരും. ആ ഒരു കറക്റ്റ് സമയത്താണ് യങ്ജു ഡെവൂണിന് മെസ്സേജ് അയക്കുന്നത്. പയക്കിറങ്ങി, മിക്കവാറും അങ്ങോട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഞാനെന്തായാലും അവളുടെ വീട്ടിൽ കയറാൻ പോവാൻ. അവിടുന്ന് എന്തേലും തുമ്പ് കിട്ടിയാലോ? ഇതായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ പൈക്കിനെയും കാത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ഡെവൂൺ ആൻഡ് ഷിം. ഇവരുടെ റിച്വലിന് വേണ്ട പ്രത്യേകതരം സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടൊരു കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. അങ്ങനെ പയക്കും ഗോങ്ങും വന്നു അവരുടെ മകനെ രക്ഷിക്കാൻ, യങ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ ബലി കൊടുക്കാൻ. മോനെ, നിന്റെ അമ്മയുടെ ക്യാൻസർ മാറണ്ടേ? അവരെ രക്ഷിക്കണ്ടേ? അതിന് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് മയക്കമരുന്ന് കൊടുത്തിട്ടാണ് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മയുടെ രോഗം മാറ്റാനാന്നും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അവനെ കൺട്രോളിലാക്കി വെച്ചിരിക്കുകയാണ് പയക്ക്. അങ്ങനെ അവരകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് ഫാദറിനെ കാണുന്നത്. എന്തോ ഭാഗ്യത്തിന് അവനൊരു പള്ളിയിലച്ഛനാന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായാലും ഷിം അതിനെ വളച്ചൊടിച്ചോളും. ഇതെന്റെ ഒരു ഹെൽപ്പറാ, എന്റെ കാലിന് തീരെ വയ്യേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ട് ഷിം. ഇതേ സമയം യങ്ജു പൈക്കിന്റെ വീട്ടിൽ കയറുന്നു. സെർച്ചിങ് ആരംഭിക്കുന്നു. ഇവിടെയാണെങ്കിൽ റിച്വൽസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആ പയ്യനെ ബോധം കെടുത്തുന്നു. എന്നിട്ടൊരു വാളുകൊണ്ട് ഒരു കോഴിയെ അറക്കുന്നു. അറക്കാന്ന് മാത്രമല്ല, അതിന്റെ ചോര കൊണ്ട് ആ പയ്യന്റെ നെറ്റിയിലായിട്ട് കുരിശു വരച്ചു കൊടുക്കുന്നു. ഇനി ആ പയ്യന്റെ കഴുത്തറക്കും. എന്നാൽ അവിടെ വെച്ചിട്ടാണ് പല ട്വിസ്റ്റുകളും റിവീലാവുന്നത്. ഷിമ്മിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ചുമച്ച് ചോര തുപ്പുന്നു. അപ്പോഴാണ് ഒരു കാര്യം റിവീലാവുന്നത്. ജിങ്സൂക്ക്, ലീ, ഈ പയ്യൻ, കാണാണ്ടായ ആൾക്കാർ, അങ്ങനെ പലരും പയക്കിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആ കൾട്ടിനകത്ത് വീണുപോയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ വീണുപോയിട്ടുള്ള ഒരാളാണ് ഷിം. പയക്ക് ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തതുപോലെ ഷിമ്മിനെയും ചെയ്തിരുന്നു. വെൽത്തിയായ ഒരാളായിട്ട് മാറും, താൻ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നൊക്കെയാണ് പയക്ക് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്തായിട്ട് അയാൾക്കൊരു രോഗം പിടിപെട്ടു. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോര തുപ്പിയാലോ, ഇപ്പം ഇതാ ചുമച്ച് ചോര തുപ്പുന്നു. ഇതെല്ലാം ഈ രോഗം കാരണമാണ്. ഈ രോഗം എന്ന് കണ്ടെത്തിയോ അന്നു മുതൽ അയാളെല്ലാം വേണ്ടാന്ന് വെച്ചു. ഈ കൾട്ട് ഫോളോ ചെയ്യുന്നത് നിർത്തി. അയാൾക്ക് മനസ്സിലായി ഈ കൾട്ട് വെറും തട്ടിപ്പാന്ന്. അതുകൊണ്ടാണ് പയക്കിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടായി എന്ന് നേരത്തെ ഡെവൂണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷിം അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അയാൾക്കൊട്ടും വയ്യ. താൻ കാത്തിരുന്ന റിഡംഷൻ അയാൾക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആ രോഗം കാരണം അവൻ ചോര ഛർദ്ദിക്കുന്നു. ദൈവത്തെ വെച്ച് കളിച്ചപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല അതേ ദൈവം അവൻക്കിട്ട് പണി കൊടുക്കുമെന്ന്. അങ്ങനെ രോഗം കാരണം വയലൻ്റായ ഷിം അച്ഛനെതിരെ പോകുന്നു. അയാൾ വല്ലാത്തൊരു കണ്ടീഷനിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഷിം മരണപ്പെടുന്നു. ഇത് കണ്ടിട്ട് ഗോങ് ആണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്.
ഈ ഗോങ്ങിനെയും ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് പയക് കൂടെ കൂട്ടിയിട്ടുള്ളത്. എടാ പന്നെ, നീ ഇതിനകത്ത് വരാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ ആ വാളുകൊണ്ട് ഡെവൂണിനെ അങ്ങ് വെട്ടുന്നു. പക്ഷെ ഡെവൂൺ അനങ്ങുന്നില്ല. ഈ സമയത്താണ് പയക് ഒരു കാര്യം കണ്ടെത്തുന്നത്. അച്ഛൻ ഇങ്ങോട്ട് കയറിയിട്ടുള്ള വെറുതെയല്ല, തൻ്റെ ഫോണിലെ ക്യാമറ ഓണാക്കി വെച്ചിട്ടാ. ഇതിനേക്കാൾ വലിയ തെളിവൊന്നും ആർക്കും വേണ്ട. അങ്ങനെ പയക് ആ ഫോൺ അങ്ങ് പൊട്ടിക്കാൻ പോകുന്നു. അപ്പോഴാണ് ഡെവൂൺ അവളെ തടഞ്ഞു നിർത്തുന്നത്. ആൻഡ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയെ പ്രാർത്ഥന കൊണ്ടെടുക്കുന്നു. നേരായ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് രക്ഷയുള്ളൂ. കണ്ടില്ലേ ഈ ഷിമ്മിന്റെ വിധി? ഇതൊക്കെ കേട്ടിട്ട് ഗോങ്ങാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. താൻ ചെയ്യുന്നതെല്ലാം തെറ്റാന്ന് അയാൾക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഗോങ്, തെറ്റുകളെല്ലാം ഏറ്റുപറ. ദൈവം നിന്നോട് പൊറുക്കും. നിന്റെ മകൻ സഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ. അവനെ രക്ഷിക്കാൻ എൻ്റെ കയ്യിലൊരു മാർഗമുണ്ട്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ മുട്ടും കുത്തിയിരിക്കുകയാണ്. അച്ഛനോട് സഹായം ചോദിച്ചുകൊണ്ട് തൻ്റെ മകനെയാണ് അയാൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവൻക്ക് വേണ്ടിയിട്ട് മാത്രം പയക്ക് പറയുന്നതെല്ലാം അങ്ങേര് ചെയ്തിരുന്നത്. പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ പേരിലും പയക്കിന് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അതെന്തുകൊണ്ട് ഡെവൂൺക്കായിക്കൂടാ? സോ പ്രാർത്ഥിക്കുന്നു. എബ്രഹാം ഐസക്കിനെ ത്യാഗം ചെയ്തു. യേശു കുരിശി കയറി. ത്യാഗം. നിന്റെ പാപങ്ങൾ നീയായിട്ട് കഴുകിക്കള. ദൈവത്തിനു വേണ്ടി ത്യാഗം ചെയ്യ്. നിന്റെ മകൻ രക്ഷപ്പെടും. സാക്രിഫൈസ്, ത്യാഗം. അതായിരുന്നു ആ കൾട്ടിൻ്റെ ആയുധം. അതേ ആയുധം അവൻ തിരിച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, തൻ്റെ മനസ്സിലെ ഗിൽട്ട്, കുറ്റബോധം എല്ലാം കൂടെ പുറത്തു വരുന്നു. പയക്കിനെ അവൻ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. തൻ്റെ മകന് വേണ്ടിയുള്ള ത്യാഗം. ഇതേസമയം യങ്ജൂനാണെങ്കിൽ ഒരു ഫയൽ കിട്ടുന്നു. അതും ഈ കൾട്ട് ഗ്രൂപ്പിൻ്റെ കോൺഗ്രഷൻ ഫയൽ. അത് കണ്ടേക്ക് ഇവളാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ആൾക്കാർ അങ്ങോട്ട് വരുന്നതും അവളെ കൊല്ലാൻ നോക്കുന്നതും. എന്തോ ഭാഗ്യത്തിന് ലീന വരുന്നു, അവരെ തീർക്കുന്നു. ലീനയും പൈക്കിൻ്റെ വീടൊന്ന് സെർച്ച് ചെയ്യാൻ വന്നതാ. അതുകൊണ്ട് മാത്രം യങ്ജു രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാരക കാഴ്ച കാണുന്നത്. ലീനെ കൊല്ലാൻ നോക്കിയതുപോലെ പയക്കിൻ്റെ മകനും വിഷം കൊടുത്തിരിക്കുന്നു. അത് കണ്ടേക്ക് ഇവരാണെങ്കിൽ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോങ് പയക്കിൻ്റെ ബോഡിയും കൊണ്ട് ഒരു കാട്ടിലോട്ട് പോകുന്നത്. അതായത് സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ സീൻ. കൊണ്ടുപോകാന്ന് മാത്രമല്ല, അവളുടെ തല അറത്തെടുക്കുന്നു. താനും സ്വയം ത്യാഗം ചെയ്യുന്നു. വിഷം കുടിച്ച് സൂയിസൈഡ് ചെയ്യാണ് ഗോങ്. ഇതേസമയം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. പയക്കിൻ്റെ മകൻ ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് യങ്ജൂന് കിട്ടിയ ഫയലുകൾ ലീനയ്ക്ക് കൈമാറുന്നു. ആ കോൺഗ്രഷൻ ഫയൽ കണ്ടേക്ക് അവൾ ആ ഗന്ധം വിട്ടിട്ടാണ് ഇരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഡെവൂൺ എടുത്ത വീഡിയോസ് പോലീസിന് കൈമാറുന്നു. ലീനയും ചീഫും ബാക്കിയുള്ള പോലീസുകാരും കൂടെ കേസ് ക്ലോസ് ചെയ്യാനിരിക്കുകയാണ്. അതിനു മുമ്പ് അവർ ആ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. പൈക്കിൻ്റെ മകൻക്ക് ജനിച്ചപ്പോൾ തന്നെ ഒരു രോഗം ബാധിച്ചു. ഇത് മനസ്സിലാക്കിയ കൾട്ട് ഗ്രൂപ്പ് അവളെ യൂസ് ചെയ്യുന്നു. അവർ നടത്തുന്ന ഏറ്റവും വലിയ സ്കാമാണ് രോഗാവസ്ഥ കൊണ്ട് വിശ്വാസം ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. തൻ്റെ മകനെ സുഖപ്പെടുത്താൻ ഒരാളെ ബലി കൊടുക്കണമെന്ന് കൾട്ട് ഗ്രൂപ്പ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ ബലി കൊടുക്കാൻ വേണ്ടി പൈക്കൊരാളെ തെരഞ്ഞെടുത്തു. അതായിരുന്നു ഡെവൂണിൻ്റെ അമ്മ ജിങ്സൂക്ക്. ഡെവൂണിനും ചെറുപ്പത്തിൽ രോഗം ബാധിച്ചിരുന്നു. അത് മുതലെടുത്തിട്ടാണ് കൾട്ടി ചേരാൻ ജിങ്സൂക്കിനെ പ്രേരിപ്പിച്ച്. തൻ്റെ മക്കൾക്ക് എന്തും ചെയ്യുന്ന അമ്മമാർ സ്വയം ബലി കൊടുക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ പയക് ജിങ്സൂക്കിനെ കൺട്രോളിലാക്കിയതിന് ശേഷം ഇല്ലാതാക്കുന്നു. എന്തോ ഭാഗ്യത്തിന് അവളുടെ മകൻ ഓക്കെയായി. അത് വെറൊരു കോയിൻസിഡൻസ് മാത്രമാണ്. എന്നാൽ ആദ്യമായിട്ട് വിശ്വസിക്കാൻ അവൾക്കൊരു കാരണം കിട്ടി. സോ ഈ കൾട്ട് ഗ്രൂപ്പിനെ അവൾ ആഴത്തിൽ വിശ്വസിച്ചു. അതൊരു ഒബ്സഷനായിട്ട് മാറി. ആൻഡ് 10 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകന് രോഗം തിരിച്ചു വന്നു. ബലിയൊടുത്താൽ ശരിയാവുന്നും കരുതി യങ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അതാണ് ആ സ്റ്റുഡൻറ്റ്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ പരിശോധിച്ചപ്പോൾ അവൻക്ക് ഒരു കുഴപ്പമില്ല. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം ഭ്രാന്തമായിട്ട് മാറിയപ്പോൾ ഇല്ലാത്ത രോഗം അവളുടെ മനസ്സുണ്ടാക്കിയെടുക്കുന്നു. ഒരു ഡെല്യൂഷൻ, അത്രയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോങ്ങിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. പുള്ളിക്കാരൻ വിഷം കുടിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. എന്നാൽ കുടിച്ചിട്ടുള്ള പോയ്സൺ പെസ്റ്റിസൈഡാണ്. സാധാരണഗതിയിൽ ഒരാൾ പെസ്റ്റിസൈഡ് കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ചോര ഛർദ്ദിച്ചിട്ടാണ് മരിക്കുക. എന്നാൽ ഗോങ് സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചിട്ടുണ്ട്. ഇത് കേട്ടേക്ക് ലീന ഫാദറിനെയാണ് സംശയിക്കുന്നത്. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. നമ്മൾ കണ്ടതെല്ലാം ഫാദർ പോലീസിനോട് പറഞ്ഞ കഥകളാണ്. അവനെടുത്ത വീഡിയോയിൽ തൻ്റെ പ്രാർത്ഥന കണ്ട് മാനിപ്പുലേറ്റ് ആവുന്ന ഗോങ് ഈ രംഗം വരെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് പയക്കിൻ്റെ മരണം, ഗോങ്ങിൻ്റെ മരണം, അങ്ങനെല്ലാം പുള്ളിക്കാരൻ പോലീസിനോട് പറഞ്ഞ കഥകളാണ്. ചുരുക്കി പറഞ്ഞ പയക്കിനെയും ഗോങ്ങിനെയും അവൻ കൊന്നു. ഇന്നേ വരെ ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിച്ചൊരു പള്ളിയിലച്ഛൻ കൊലയാളിയായിട്ട് മാറിയിരിക്കുന്നു. പക്ഷെ ഇതിനൊന്നും തെളിവുകളില്ല. ഫാദർ, നിങ്ങളല്ലേ അവരെ കൊന്നുകളഞ്ഞ്? ഇരുട്ടിനെ ഞാൻ മറ നീക്കി പുറത്തു കൊണ്ടുവന്നു, അത്രയുള്ളൂ.
13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 12കാരൻ ഒറ്റക്കായി. ഇന്ന് അതേ സ്ഥാനത്ത് പയക്കിൻ്റെ മകനുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം, യുദ്ധം ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞാൽ കോൺഗ്രഷൻ ലിസ്റ്റ് ഫാദറിൻ്റെ കയ്യിലോട്ടങ്ങ് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ കേസെല്ലാം അവസാനിച്ചു. പയക്കിൻ്റെ മകന് ഇനി ആരുമില്ല. അങ്ങനെ ഡെവൂണിന് തൻ്റെ തെറ്റ് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും അവൻ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്, പൊറുക്കാനാവാത്ത പാപം. സോ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ വീണ്ടും ദൈവത്തിൻ്റെ വഴിയിലോട്ട് പോകുന്നു, ലോഹയിടുന്നു, അച്ഛനാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ ജോണിൻ്റെ ഒരു കത്ത് വരുന്നത്. അതിലെഴുതിയിട്ടുണ്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. ജിങ്സൂക്ക് മിസ്സാവുന്നതിന് മുമ്പ് ഫാദറിനെ കണ്ട് കുമ്പസരിച്ചിട്ടുണ്ട്. അതായത് അയാൾക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു. അവൻ്റെ അമ്മ അവൻ കാരണമാണ് കൾട്ട് ഗ്രൂപ്പിൽ ചേർന്നതെന്നറിഞ്ഞാൽ അവൻ ആകെ തകർന്നു പോവും. പിന്നീട് അങ്ങോട്ട് പ്രതികാര ബുദ്ധി മാത്രമേ ഉണ്ടാവൂ. അതില്ലാണ്ടിരിക്കാനാ ഫാദർ ജോൺ എല്ലാം മറച്ചുവെച്ച്. ആൻഡ് അതൊരു കുമ്പസാര രഹസ്യം കൂടെ ആയിരുന്നു. ഇതും കൂടെ കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ആകെ കയ്യീന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പയക്കിൻ്റെ മകൻ ലീനയോടൊരാവശ്യം പറയുന്നത്. അവൻക്കൊന്ന് കുമ്പസരിക്കണം. അതിനുവേണ്ടി ഫാദർ ഡെവൂണിനെ കാണണം. അങ്ങനെ ഡെവൂണിനെ കാണുന്നു, കുമ്പസരിക്കുന്നു. എൻ്റെ രോഗം കാരണം, ഞാൻ കാരണം എൻ്റെ അച്ഛനമ്മയും കൊലയാളികളായിട്ട് മാറി. നിങ്ങളുടെ അമ്മേനെ അവർ കൊന്നു. ഞാൻ ഈ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എന്നോടും എൻ്റെ പേരൻസിനോടും ക്ഷമിക്കണം. ഇത് കേട്ടേക്ക് ഡെവൂൺ ഒരു കാര്യം തിരിച്ചു പറയുന്നു. അങ്ങനെ കുമ്പസാരം അവസാനിച്ചു. ലീനയാണ് പയക്കിൻ്റെ മകനെ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ അവൻ പറയാണ്, ലീന, അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു എന്നും പറഞ്ഞാൽ കുമ്പസാരത്തിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത്. ബ്രദർ, നിന്റെ അമ്മ, അച്ഛൻ രണ്ടുപേരെയും കൊന്നത് ഞാനാ. എന്നോടൊരിക്കലും നീ ക്ഷമിക്കാൻ പാടില്ല. ഇത് കേട്ടേക്ക് ലീനയാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. ലീന, ആ ഫാദർ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്കെന്താ ചെയ്യാൻ തോന്നുന്നത്? അറിയില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നാണ് ആ കൊച്ചുകുട്ടി പറയുന്നത്. അവൻ വലുതാവുമ്പോൾ പ്രതികാരം വീട്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. എന്നാൽ ഫാദർ ചാട്ടവാറുകൊണ്ട് സ്വയം ശിക്ഷിക്കുന്നു. ഇനിയാണ് ആ കോൺഗ്രഷൻ ഫയൽ എന്താന്ന് കാണിക്കുന്നത്. ഓൾമൈറ്റി കൾട്ട് ഗ്രൂപ്പിൻ്റെ ഏകദേശം 2000 ബ്രാഞ്ചുകളാണ് കൊറിയയിൽ മാത്രമായിട്ടുള്ളത്. അതിനകത്ത് പല വമ്പൻ സ്രാവുകളുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ആണ് ആ ഫയലിനകത്തുള്ളത്. ആൻഡ് ഈ ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ആളുകൾ, അവരാണ് ഓൾമൈറ്റി ചർച്ച് ഗ്രൂപ്പ്. അവർ വരുന്നു, ഓരോരുത്തരെയായിട്ട് കൊന്നൊടുക്കുന്നു. അതായത് പയക്കും ഗോങ്ങും ഒക്കെ ചെറിയൊരു കണ്ണികൾ മാത്രം. സോ യുദ്ധം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഫാദർ ഡെവൂൺ ഒരുങ്ങിയിരിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.